ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ പീഡാസഹനത്തിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുന്ന ദിനങ്ങളാണല്ലോ ഈ ദിവസം. ഏറ്റവും കൂടുതൽ അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ഈശോയുടെ കുരിശുമരണവും പീഡാസഹനവും ഒക്കെ ഇതിലേക്ക് നമ്മൾ കടന്ന് പ്രവേശിക്കാനായിട്ട് ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ് നമ്മൾ. അടുത്ത ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ്. അതിന് വിശുദ്ധ വാരങ്ങൾ ആരംഭിച്ചു കഴിയും. അപ്പോൾ നമ്മൾ ഒരു നിമിഷം നമുക്ക് ഏതാനും മിനിറ്റുകൾ കർത്താവിൻ്റെ പീഡാസഹനത്തോട് നമുക്ക് ചിന്തിക്കാം. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ഒരിക്കലും രചിതരാവുകയില്ല എന്നാണ് കർത്താവ് നമ്മളോട് സങ്കീർത്തകനോട് പറയുന്നത്. അവിടുത്തെ മുമ്പിൽ 51 സങ്കീർത്തനത്തിലെ ഏതാനും ഭാഗങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കിപ്പണയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും സമ്പൂർണ്ണ ദഹന ബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ഹൃദയം അനുതാപത്തിലേക്കും പരിഹാരത്തിലേക്കും പ്രായശ്ചിത്തത്തിലേക്കും നയിക്കേണ്ട നാളുകൾ അതിക്രമിച്ചു കഴിഞ്ഞു. ഇന്ന് ലോകം മുഴുവനും ദുഷ്ടൻ്റെ പിടിയിലാണ്. കൊച്ചുമക്കൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും ഡ്രഗ് അഡിക്ഷനൊക്കെ വിധേയപ്പെട്ട് അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ടുപോയി. നമ്മൾ കൂടുതൽ കർത്താവിൻ്റെ പീഡാസഹനത്തിലേക്ക് കടന്ന് അവിടത്തേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ആ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ചെല്ലും. അവരെ അത് വലയം ചെയ്ത് നിൽക്കും. ദുഷ്ടൻ അവരെ തൊടുക പോലും ചെയ്യില്ല. എന്നാൽ ഈ പരിശുദ്ധ രഹസ്യം നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ എന്തുമാത്രം മക്കളാണ് നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം കാര്യങ്ങളിലൂടെയാണ് അവർ പുറത്ത് ദുഷ്ടൻ്റെ പിടിയിൽ അമർന്ന് അവരോരോരോ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഈ വണ്ടി റേസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, കാരണം മറ്റു സ്ഥലങ്ങളിൽ പോയി സ്വന്തം വണ്ടി ഉപയോഗിച്ച് പൈസ ഉപയോഗിച്ചെല്ലാം നഷ്ടപ്പെടുത്തി കൂട്ടുകാരുപയോഗിച്ച പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ഒന്നിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൂര സ്ഥലങ്ങളൊക്കെ കണ്ട് രസിച്ച് ആസ്വദിച്ച് ഓരോ ഹോട്ടൽ മുറികളിൽ തങ്ങി അവരുടെ ജീവിതം അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളല്ലേ. അവരൊക്കെ നശിച്ചു പോയാൽ നമുക്ക് പിന്നെ ജീവിച്ചുകൊണ്ട് കാര്യമില്ല. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിക്കണമെന്ന് സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ മാത്രമല്ല, ഈ ലോകത്തിലെ ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. അവരിലേക്ക് നമുക്ക് ചെല്ലണം. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം, പരിഹാരം അനുഷ്ഠിക്കണം. സ്നേഹമുള്ളവരെ, കർത്താവ് ആ പീഡാസഹനത്തിൻ്റെ നാളുകളിൽ തൻ്റെ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച് ഒത്തിരി 3 വർഷത്തോളം കൂടെ നടന്ന് എല്ലാം പഠിപ്പിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു. സർവ്വതും കാണിച്ചു കൊടുത്തു. ദൈവമാണെന്നുള്ള എല്ലാ തെളിവുകളും അവരുടെ മുമ്പിൽ നിരത്തി വെച്ചു. എങ്കിലും അവർക്ക് അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവസാന നാളുകളിൽ അവിടുന്ന് യോഹന്നാസ് ശ്ലീഹായുടെ സുവിശേഷത്തിലേക്ക് കടന്നാൽ ഒരു 17-ാം അധ്യായത്തിലേക്കൊക്കെ 13 തുടങ്ങി. അതെ, അവിടുന്ന് കാലുകൾ കഴുകുകയും ഈശോ ഈ ലോകത്തിൽ എത്രമാത്രം താഴാമോ അത്രയും താണ് വീണുകൊണ്ടാണ് ശിഷ്യന്മാരെ സ്നേഹിക്കുകയും അവർക്ക് മാതൃക നൽകുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവർക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കർത്താവിന് ആരാണെന്ന് മനസ്സിലാക്കാനോ സാധിച്ചില്ല. അതിനാൽ നമുക്ക് ഈ നിമിഷം കർത്താവിൻ്റെ പീഡാസഹനത്തോട് നമുക്ക് ചേരാം.
ആ ഗെത്സമേൻ തോട്ടത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോടൊപ്പം അവിടുന്ന് കടന്നു ചെന്നു. അവിടുത്തെ മനസ്സിൽ ഈ ലോകത്തിൽ അവസാനത്തെ കുഞ്ഞു വരെ ഈ ലോകത്തിൻ്റെ അവസാനം വരെയുള്ള അവസാനത്തെ കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള ആ കുഞ്ഞിനെ വരെ അവിടുത്തെ മനോമുഖരത്തിൽ തെളിഞ്ഞു. മനുഷ്യൻ്റെ എല്ലാ വേദനകളും അവിടുത്തെ ഹൃദയത്തിൽ ഭാരമാക്കി തീർത്തു. അവരുടെ പാപങ്ങൾ അവിടുത്തെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു. അവിടുന്ന് ആ ഒരു പീഡയോടുകൂടിയാണ് ഗെത്സമേൻ തോട്ടത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ കൂടത്തിൽ കൂട്ടിക്കൊണ്ട് അവർ തനിക്ക് പ്രാർത്ഥനയിലൂടെ ഒരു ആശ്വാസമാകുമെന്ന് കരുതി ഗെത്സമനിലേക്ക് കടന്നു ചെന്നത്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർ ഈ ലോകത്തിൻ്റേതായ ക്ഷീണവും തളർച്ചയൊക്കെ മൂലം കർത്താവിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആലോചിക്കാൻ പോലും ആ പാവങ്ങൾക്ക് സാധിച്ചില്ല. അവർ ക്ഷീണം കൊണ്ട് തളർന്നുറങ്ങിപ്പോയി. കർത്താവ് ആ വേദനയേറ്റ് പിതാവിൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ചു. പിതാവിൻ്റെ മുമ്പിൽ പിതാവുമായിട്ട് ചർച്ച ചെയ്തു. ഇനി അടുത്ത നിമിഷങ്ങളിൽ താൻ ഏറ്റെടുക്കാൻ പോകുന്ന വലിയ പീഡാസഹനത്തിൻ്റെ ക്രൂര പീഡനങ്ങളുടെ നേർക്കാഴ്ച അവിടുത്തെ മുമ്പിൽ തെളിഞ്ഞു നിന്നു. അത് പിതാവുമായി പങ്കുവെച്ചു. പിതാവേ, ഒരു നിമിഷം മാനുഷികമായ ഒരു ചിന്ത അവിടുത്തെ മനസ്സിലേക്ക് വന്നു. പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ, എന്നാൽ എൻ്റെ ആഗ്രഹമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവം ഒരു മാലാഖി അയച്ച്, കാരണം അവിടുത്തെ ആശ്വസിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കാണുമ്പം നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഈശോ രക്തത്തുള്ളികൾ വാർന്ന് അവിടുന്ന് പീഡയുടെ ഏറ്റവും മാക്സിമം നിലയിൽ അവിടുന്ന് പീഡ സഹിച്ച് വേദനിച്ച് നിൽക്കുമ്പോൾ മാലാഖയെ ദൈവം അയച്ച്, പിതാവായ ദൈവം മാലാഖയെ അയച്ച് ആശ്വസിപ്പിക്കുന്ന രംഗം. സ്നേഹമുള്ളവരെ, കർത്താവ് ഈ ലോകത്തിൽ നിന്നൊരാശ്വാസം പ്രതീക്ഷിച്ചു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരിൽ നിന്ന്. അത് ലഭിക്കാതെ വന്നപ്പം സ്വർഗത്തിൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവിടുത്തെ ആശ്വസിപ്പിച്ചു. നമുക്കും ഈ രക്ഷയുടെ അനുഭവം നമ്മൾ ഏറ്റുവാങ്ങിയവരാണ്. കാരണം അന്നത്തെ കാലത്ത് ഈശോയുടെ കൂടെ ജീവിച്ചവർ, ഇന്ന് ഈശോ നമുക്ക് വിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ആശ്വാസം തേടുന്ന ഈശോയാണ്. നമ്മളിതെല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ്. ഈശോ നേടിവെച്ച രക്ഷയുടെ ഫലമെല്ലാം അനുഭവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഈശോയുടെ ഒരല്പമെങ്കിലും ഒരാശ്വാസം കൊടുക്കുവാനായിട്ട് നമ്മുടെ ഒരു നോട്ടമോ ഒരു വാക്കോ ഒരു വചനമോ എന്തെങ്കിലും നമ്മുടെ ഒരു പുഞ്ചിരിയോ ഈശോയ്ക്കൊരു ആശ്വാസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, അവിടുത്തെ പീഡാസഹനത്തോട് നാം ചേരുമ്പോൾ നമുക്കറിയാം, നമുക്ക് വേണ്ടി ആ പീലാത്തോസിൻ്റെ മുമ്പിൽ അവിടുന്ന് നിർത്തപ്പെട്ടത്, മൗനിയായി നിർത്തപ്പെട്ട ഈശോയാണ്. നമ്മളിന്ന് എല്ലാവരോടും വാദിക്കുന്നവരാണ് അല്ലേ? എവിടെ നോക്കിയാലും, ഏത് സ്കൂളിലാണേലും പള്ളിയിലാണേലും മറ്റ് ദേശങ്ങളിലാണേലും സമ്മേളനങ്ങളിലാണേലും ധ്യാന കേന്ദ്രങ്ങളിലാണേലും എല്ലാം നമ്മൾ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ് നാം. അന്ന് യേശുവിനും അവകാശങ്ങളില്ലായിരുന്നോ? അവിടത്തേക്ക് നമ്മേക്കാൾ കൂടുതൽ വാദിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് ഒന്നും അവകാശപ്പെട്ടില്ല, ഒന്നും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. എല്ലാം അവിടുന്ന് മൗനിയായി സ്വീകരിച്ചു. അവിടുത്തെ അധരങ്ങൾ ചലിച്ചില്ല. ചലിച്ചത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവിടുന്ന് അധരങ്ങൾ ചലിപ്പിച്ചത്. മറ്റ് നിന്ദനങ്ങളോ വിധിയോ വന്നപ്പോൾ അവിടുന്ന് മൗനമായി എല്ലാം പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് മൗനമായി സ്വീകരിച്ചു. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മളിന്ന് കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണ്, നമ്മുടെ പല സ്ഥലത്തും നമ്മൾ ജോലി ചെയ്യുന്നവരാണ്, ശുശ്രൂഷ ചെയ്യുന്നവരാണ്, പഠിക്കുന്നവരാണ് പല സ്ഥാപനങ്ങളിലും. പക്ഷേ നമ്മൾക്ക് നമ്മുടേതായ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് വാദിക്കാനായിട്ട്. അതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സന്തോഷമെല്ലാം നഷ്ടപ്പെടുത്തി നമ്മുടേതായ സ്വഭാവങ്ങൾ അവിടെ വെളിപ്പെടുത്തി കഴിയും നമ്മൾ. പക്ഷെ നമുക്കും കർത്താവിനോട് ചേർന്ന് ഒന്ന് മൗനിയാകാനായിട്ട് നമുക്ക് സാധിക്കുമോ? കർത്താവിൻ്റെ നമ്മൾ മൗനിയാകാം, ഒത്തിരി സംസാരിക്കേണ്ട. നമ്മൾ ഡീപ്പായിട്ടുള്ള സൈലൻസിൽ കർത്താവ് നമ്മളിലേക്ക് ഇറങ്ങി വരും. നമുക്ക് ഒത്തിരി വേദനയും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ സംസാരിച്ചതുകൊണ്ടോ ഒത്തിരി വാദിച്ചതുകൊണ്ടോ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. നമുക്ക് സഹോദരങ്ങളെ, ഈ പീഡാസഹനം ഇനി ഏതാനും ഒരാഴ്ച മിച്ച 10-12 ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ നമുക്കൊന്ന് മൗനിയായാൽ നമുക്കെന്ത്
സംഭവിക്കുമെന്ന് നോക്കാം. നമുക്കൊന്ന് ഡീപ്പായിട്ട് കർത്താവിനെ ഉള്ളങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്കൊന്ന് ഡീപ്പ് സൈലൻസിലേക്ക്, നിശബ്ദതയിലേക്ക് പോകാം. ആരുമായിട്ട് നമുക്ക് വാദിച്ച് നേടണ്ട. എന്ത് തെറ്റ് ചെയ്താലും കർത്താവേ, എൻ്റെ അറിവ് കൊണ്ടായിരിക്കില്ല, എൻ്റെ തെറ്റായിരിക്കാം, മറ്റുള്ളവരുടെ ആയിരിക്കാം. പക്ഷേ എങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവ് ആ പിലാത്തോസിൻ്റെ മുമ്പിൽ മൗനിയായതുപോലെ ഈ 12 ദിവസങ്ങളിൽ കർത്താവെ, അടുത്ത ഉത്ഥാന ദിവസം വരെ, ഇന്ന് തുടങ്ങി ആ ഉത്ഥാന ദിവസം വരെ നമുക്ക് മൗനിയാകാനൊന്ന് സഹോദരങ്ങളെ നമുക്ക് ശ്രമിക്കാം.